നമസ്കാരം. കേരള രാഷ്ട്രീയത്തിലെ അതികായനായിരുന്ന ആർ ബാലകൃഷ്ണപിള്ളയുടെ മരണാനന്തരം കുടുംബത്തിനുള്ളിൽ പുകയുന്ന സ്വത്ത് തർക്കങ്ങളും അധികാര വടംവലികളും കേരള രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. തൻ്റെ പിതാവ് ഒരിക്കലും അർഹരായ മക്കളെയും കൊച്ചുമക്കളെയും മാറ്റി നിർത്തിക്കൊണ്ട് സകല സ്വത്തുക്കളും ഒരാൾക്ക് മാത്രമായി എഴുതി വെക്കില്ലെന്ന് അദ്ദേഹത്തിൻ്റെ മകൾ ഉഷ മോഹൻദാസ് ഉറപ്പിച്ചു പറയുകയാണ്. കേരളത്തിൻ്റെ തലസ്ഥാനത്തോ മറ്റേതെങ്കിലും ഭാഗത്തോ തൻ്റെയോ ഭർത്താവിൻ്റെയോ മക്കളുടെയോ പേരിൽ ഒരു സെൻറ്റ് ഭൂമി പോലും ഉണ്ടെന്ന് ആരെങ്കിലും തെളിയിച്ചാൽ അത് അവർക്ക് സൗജന്യമായിട്ട് എഴുതി കൊടുക്കാൻ താൻ തയ്യാറാണെന്ന വലിയ വെല്ലുവിളിയാണ് അവർ ഉയർത്തുന്നത്. പിതാവ് തൻ്റെ അന്ത്യകർമ്മങ്ങളെ കുറിച്ച് നൽകിയ നിർദ്ദേശങ്ങൾ പോലും കൃത്യമായി പാലിക്കാൻ തനിക്ക് സാധിച്ചുവെന്നും എന്നാൽ അസ്ഥി നിമജ്ജനം അതുപോലുള്ള പ്രധാന ചടങ്ങുകളിൽ നിന്ന് തന്നെ ബോധപൂർവം അകറ്റി നിർത്തിയത് വലിയ മാനസിക വിഷമം ഉണ്ടാക്കിയെന്നും അവർ വെളിപ്പെടുത്തുന്നു. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും കുടുംബവും ഗണേഷ് കുമാറിൻ്റെ ദാമ്പത്യ പ്രശ്നങ്ങളിൽ ഇടപെട്ടതിനെക്കുറിച്ച് തികച്ചും വ്യത്യസ്തമായ ഒരു വശമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഗണേഷും ആദ്യ ഭാര്യ യാമിനി തങ്കച്ചിയും തമ്മിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഉമ്മൻചാണ്ടിയുടെ വീട്ടിൽ വെച്ച് നിരവധി ഒത്തുതീർപ്പ് ചർച്ചകൾ നടന്നിരുന്നു. ഷിബു ബേബി ജോണും ഉഷയുടെ സഹോദരി ഭർത്താവായിട്ടുള്ള ടി ബാലകൃഷ്ണനും ഈ ചർച്ചകളിൽ സജീവമായിട്ട് പങ്കെടുത്തിരുന്നു. തൻ്റെ മക്കളുടെ ഭാവി ഓർത്താണ് യാമിനി അന്ന് ചില ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചതെന്നും അത് ഒരു അമ്മയുടെയും ഭാര്യയുടെയും അവകാശമായിരുന്നുവെന്നും ഉഷ വ്യക്തമാക്കുന്നു. എന്നാൽ പിൽക്കാലത്ത് തന്നെ സഹായിച്ച ഉമ്മൻചാണ്ടിയെ പോലെയുള്ള വ്യക്തികളെ പോലും ഗണേഷ് കുമാർ മോശമായിട്ട് ചിത്രീകരിക്കാൻ ശ്രമിച്ചുവെന്നത് ഖേദകരമാണെന്നും അവർ ചൂണ്ടിക്കാട്ടുന്നു. ഗണേഷ് കുമാറിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലെയും സ്വകാര്യ ജീവിതത്തിലെയും പല വിവാദങ്ങളും ഇപ്പോൾ വീണ്ടും ചർച്ചയാവുകയാണ്. 2013 യാമിനി തങ്കച്ചിയുമായുള്ള വിവാഹബന്ധം വേർപെടുത്തിയ സമയത്ത് കേസുകളെ ഭയന്ന് ഗണേഷ് തൻ്റെ സ്വത്തുക്കളിൽ ഭൂരിഭാഗവും ബിന്ദുമേനോൻ്റെ പേരിലേക്ക് മാറ്റിയതായിട്ടും ആരോപണമുണ്ട്. യാമിനി തങ്കച്ചിയെ ഗണേഷ് കുമാർ ക്രൂരമായിട്ട് പീഡിപ്പിച്ചിരുന്നുവെന്നും പിതാവായ ബാലകൃഷ്ണപിള്ളയെ പോലും മർദ്ദിക്കാൻ അദ്ദേഹം മടിച്ചില്ലെന്നും സഹോദരി വെളിപ്പെടുത്തുന്നു. പല സ്ത്രീകളുടെയും പേരിൽ ഉയർന്നു വന്ന ആരോപണങ്ങളും കേസുകളും ബാലകൃഷ്ണപിള്ള നേരിട്ട് ഇടപെട്ടും പണം നൽകിയുമാണ് ഒത്തുതീർപ്പാക്കിയിരുന്നത്. കുടുംബാംഗങ്ങളോട് പോലും ക്രൂരത കാട്ടുന്ന ഒരാളാണ് ജനപ്രതിനിധിയായിട്ട് ഇരിക്കുന്നതെന്ന വസ്തുത കേരളം ഗൗരവത്തോടെ കാണണമെന്നാണ് ഉഷ മോഹൻദാസ് ആവശ്യപ്പെടുന്നത്. ബിന്ദുമേനോനുമായിട്ടുള്ള ഗണേഷ് കുമാറിൻ്റെ വിവാഹ ജീവിതത്തിലും സമാനമായ അസ്വാരസ്യങ്ങൾ ഉണ്ടായിരുന്നുവെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. 2014 വിവാഹിതരായിട്ടുള്ള ഇവർ കുറച്ചുകാലം ദുബൈയിലും പത്തനാപുരത്തുമായാണ് താമസിച്ചിരുന്നത്. എന്നാൽ 2019 ആയപ്പോഴേക്കും ബന്ധത്തിൽ വലിയ വിള്ളലുകൾ വീഴുകയും ബിന്ദുമേനോൻ മർദ്ദനത്തിന് ഇരയായതായിട്ട് വാർത്തകൾ പുറത്തു വരികയും ചെയ്തു. ഇതിനെ തുടർന്ന് ബിന്ദു സ്വന്തം വീട്ടിലേക്ക് മടങ്ങിയെങ്കിലും തൻ്റെ പേരിൽ മാറ്റി എഴുതിയ കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുക്കൾ നഷ്ടപ്പെടുമെന്ന ഭയത്താൽ ഗണേഷ് അവരെ അനുനയിപ്പിച്ച് തിരികെ കൊണ്ടുവരികയായിരുന്നുവെന്ന് ഉഷ മോഹൻദാസ് ആരോപിക്കുന്നു. സ്വന്തം സഹോദരനോടുള്ള സ്നേഹം മനസ്സിലുണ്ടെങ്കിലും അദ്ദേഹം തിരികെ കാണിക്കുന്ന ക്രൂരതകൾ സഹിക്കാനാവുന്നതിനും അപ്പുറമാണെന്നും അവർ പറഞ്ഞു. ബാലകൃഷ്ണപിള്ളയുടെ വിൽപത്രത്തെ സംബന്ധിച്ച വിവാദം ശാസ്ത്രീയമായ പരിശോധനകളിലേക്ക് നീങ്ങുകയാണ്. പിതാവ് മരിക്കുന്നതിന് 1 വർഷം മുൻപ് മുതൽ പാർക്കിൻസൺസ് അസുഖം ബാധിച്ച് കൈവിറയൽ ഉണ്ടായിരുന്നതിനാൽ അദ്ദേഹത്തിന് ഒപ്പിടാൻ കഴിയുന്ന അവസ്ഥയിലായിരുന്നില്ല. ഈ സാഹചര്യം മുതലെടുത്തുകൊണ്ട് ഗണേഷിൻ്റെ അസിസ്റ്റന്റ് മനോജ് പൊന്നച്ചൻ പിതാവിൻ്റെ കൈപിടിച്ച് പല രേഖകളിലും ഒപ്പിടിയിച്ചുവെന്നാണ് ഉഷയുടെ പ്രധാന ആരോപണം. ഇത്തരത്തിൽ വ്യാജമായി നിർമ്മിച്ചതാണ് നിലവിലെ വിൽപത്രമെന്നും തന്നെയും കുടുംബത്തെയും സ്വത്തിൽ നിന്ന് പൂർണ്ണമായിട്ടും ഒഴിവാക്കാനുള്ള വലിയൊരു ഗൂഢാലോചന ഇതിന് പിന്നിൽ നടന്നിട്ടുണ്ടെന്നും അവർ വിശ്വസിക്കുന്നു. കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്ന രേഖകൾ പരിശോധിച്ചാൽ ഈ തട്ടിപ്പ് പുറത്തു വരുമെന്ന് അവർ വിശ്വസിക്കുകയാണ്. തൻ്റെ പിതാവ് മകനെ ഒരിക്കലും വെറുത്തിരുന്നില്ലെങ്കിലും മകൻ പിതാവിൽ നിന്ന് വർഷങ്ങളോളം അകന്നു നിന്നിരുന്നുവെന്ന് ഉഷ ഓർക്കുന്നു. മരണം അടുത്തെത്തിയപ്പോഴാണ് ഗണേഷ് വീണ്ടും വീട്ടിൽ വരാനും പിതാവിനെ ശുശ്രൂഷിക്കാനും ഒക്കെ തന്നെ തുടങ്ങിയത്. എന്നാൽ ഈ സമയത്തൊന്നും തനിക്ക് പിതാവിനെ തനിയെ കാണാനോ സംസാരിക്കാനോ ഉള്ള സ്വാതന്ത്ര്യം നൽകിയിരുന്നില്ല. ഒരുതരം ഹൗസ് അറസ്റ്റ് അവസ്ഥയിലായിരുന്നു അദ്ദേഹം. രാഷ്ട്രീയ സമ്മർദ്ദങ്ങളും മറ്റും ഭയന്ന് പല കാര്യങ്ങളും തുറന്നു പറയാൻ പിതാവ് മടിച്ചിരുന്നു. PC ജോർജ് മുൻപ് സൂചിപ്പിച്ചതുപോലെ പിതാവിനെ ശാരീരികമായിട്ട് ഉപദ്രവിച്ച ചരിത്രവും ഗണേഷിനുണ്ട് എന്ന് അവർ വേദനയോടെ ഓർത്തെടുക്കുകയാണ്. മകൻ എത്ര തെറ്റ് ചെയ്താലും ഒരു പരിധിവരെ ക്ഷമിക്കുന്ന പിതാവിൻ്റെ മനസ്സിനെ ഗണേഷ് ചൂഷണം ചെയ്യുകയായിരുന്നു. അന്തരിച്ച നടി ശ്രീവിദ്യയുടെ സ്വത്തുക്കളുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളും ഗണേഷ് കുമാറിനെതിരെ ഉഷ ഉന്നയിക്കുന്നുണ്ട്. ശ്രീവിദ്യയുടെ സ്വത്തുക്കൾ കൈകാര്യം ചെയ്തതിൽ വലിയ ക്രമക്കേടുകൾ നടന്നുവെന്നും ഇത് സംബന്ധിച്ച് കോടതിയിൽ കേസുകൾ നിലനിൽക്കുന്നുണ്ടെന്നും അവർ ചൂണ്ടിക്കാട്ടുന്നു. ഉമ്മൻചാണ്ടിക്ക് നേരെ ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങളിൽ പിതാവ് ബാലകൃഷ്ണപിള്ള CBIക്ക് നൽകിയ മൊഴിയിൽ ഉമ്മൻചാണ്ടി നിരപരാധിയാണെന്നാണ് പറഞ്ഞിരുന്നത്. എന്നാൽ വ്യാജരേഖകൾ ചമച്ചും മറ്റും ഉമ്മൻചാണ്ടിയെ പോലൊരു വ്യക്തിയെ അപകീർത്തിപ്പെടുത്താനായിട്ട് ഗണേഷ് കുമാർ ശ്രമിച്ചു വന്നത് കുടുംബത്തിന് വലിയ മാനക്കേടുണ്ടാക്കി. ഇത്തരം പ്രവൃത്തികൾ ഒരു വലിയ പാരമ്പര്യമുള്ള കുടുംബത്തിൽ നിന്ന് ജനിച്ച ഒരാൾക്ക് ചേർന്നതല്ലെന്നും അവർ വിമർശിക്കുകയുണ്ടായി. തൻ്റെ കുടുംബത്തിന് ഉമ്മൻചാണ്ടിയുടെ കുടുംബവുമായുള്ള ആത്മബന്ധത്തെക്കുറിച്ചും ഉഷ വാചാലയായി. ഉമ്മൻചാണ്ടിയുടെ ഭാര്യയെ കണ്ടപ്പോൾ അവർ കരയുകയായിരുന്നുവെന്നും ഗണേഷിൻ്റെ വാക്കുകൾ അവരെ എത്രത്തോളം വേദനിപ്പിച്ചുവെന്നത് നേരിട്ട് ബോധ്യപ്പെട്ടുവെന്നും അവർ പറഞ്ഞു. തൻ്റെ അമ്മയുടെ സഹോദരിയെ പോലെയാണ് ഉമ്മൻചാണ്ടിയുടെ ഭാര്യയെ അമ്മ കണ്ടിരുന്നത്. അത്രയും അടുത്ത ബന്ധമുള്ളവരോട് പോലും രാഷ്ട്രീയ ലാഭത്തിനായിട്ട് ക്രൂരത കാട്ടാൻ ഗണേഷിന് സാധിച്ചു. പിതാവിൻ്റെ വിയോഗത്തിന് ശേഷം നടന്ന കാര്യങ്ങൾ സത്യസന്ധമായിട്ട് പുറത്തു കൊണ്ടുവരാൻ താൻ ശ്രമിക്കുന്നത് വ്യക്തിപരമായിട്ടുള്ള ലാഭത്തിനല്ല, മറിച്ച് നിധിക്ക് വേണ്ടിയാണെന്നും അവർ ആവർത്തിച്ചു. യാമിനി തങ്കച്ചിയെക്കുറിച്ചുള്ള ഗണേഷിൻ്റെ ആരോപണങ്ങൾ തെറ്റാണെന്നും അവർ സൽസ്വഭാവിയായിട്ടുള്ള ഒരു സ്ത്രീയാണെന്നും ഉഷ സാക്ഷ്യപ്പെടുത്തുന്നു. ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങൾ
എന്തുതന്നെ ആയാലും ഒരു സ്ത്രീയെ വഴിയിലിറക്കി വിടുന്നത് ശരിയല്ലെന്ന നിലപാടായിരുന്നു പിതാവ് ബാലകൃഷ്ണപിള്ളയ്ക്ക് ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് യാമിനിക്ക് താമസിക്കാൻ അദ്ദേഹം ഒരു വീട് നൽകിയത്. യാമിനി ഗാർഹിക പീഡന പരാതി നൽകിയപ്പോൾ ഗണേഷിനെ മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റാൻ ഉമ്മൻചാണ്ടി തയ്യാറായില്ലെന്നും പരമാവധി അദ്ദേഹത്തെ സംരക്ഷിക്കാനാണ് ശ്രമിച്ചതെന്നും ഉഷ വെളിപ്പെടുത്തുന്നു. സഹായിച്ചവരെ പോലും ശത്രുക്കളായി കാണുന്ന ഗണേഷിന്റെ സ്വഭാവം ദൗർഭാഗ്യകരമാണെന്നും അവർ പറഞ്ഞു. കുടുംബത്തിലെ മൂത്ത സഹോദരി എന്ന നിലയിൽ തന്നോട് പോലും വളരെ മോശമായ ഭാഷയിലാണ് ഗണേഷ് കുമാർ സംസാരിക്കാറുള്ളതെന്ന് ഉഷ വെളിപ്പെടുത്തുന്നു. വക്കീലന്മാരുടെയും മറ്റും സാന്നിധ്യത്തിൽ പോലും അത്യന്തം ക്രൂരവും സംസ്കാരശൂന്യവുമായിട്ടുള്ള വാക്കുകൾ അദ്ദേഹം ഉപയോഗിച്ചിട്ടുണ്ട്. ടിവിയിലും വാർത്തകളിലും കാണുന്ന ശാന്തനായ ഗണേശനല്ല യഥാർത്ഥ ജീവിതത്തിലെന്ന് അവർ ലോകത്തോട് വിളിച്ചു പറയുകയാണ്. തൻ്റെ മകൾക്കും കൊച്ചുമകനും അർഹമായതുപോലും നൽകാൻ അദ്ദേഹം തയ്യാറായില്ല. ക്യാൻസർ ബാധിതനായിട്ടുള്ള തൻ്റെ കൊച്ചുമകൻ്റെ ചികിത്സയ്ക്കായിട്ട് പിതാവ് കരുതി വെച്ചിരുന്ന തുക പോലും ഗണേഷ് തട്ടിയെടുത്തു വന്നത് അദ്ദേഹത്തിൻ്റെ മനസാക്ഷിയില്ലായ്മയുടെ തെളിവാണെന്നും അവർ ഇവിടെ ആരോപിക്കുകയാണ്. രാഷ്ട്രീയത്തിൽ പാരമ്പര്യമില്ലാതിരുന്ന ഗണേഷിനെ പത്തനാപുരത്ത് മത്സരിപ്പിച്ചതും രാഷ്ട്രീയക്കാരനാക്കി വളർത്തിയതും ബാലകൃഷ്ണപിള്ളയായിരുന്നു. എന്നാൽ പിന്നീട് മകൻ തൻ്റെ സ്ഥാനം തട്ടിയെടുത്തപ്പോൾ അദ്ദേഹം മാനസികമായി തകർന്നു പോയി. ഇതൊരു പെരുന്തച്ചൻ കോംപ്ലക്സ് അല്ലെന്നും മകൻ തന്നോട് കാണിച്ച നന്ദികേടിലുള്ള വിഷമമായിരുന്നുവെന്നും ഉഷ വിശദീകരിക്കുന്നു. NSS നേതൃത്വത്തിലേക്ക് കടന്നുകൂടാനായിട്ട് ഗണേഷ് നടത്തുന്ന നീക്കങ്ങളെയും അവർ വിമർശിക്കുകയുണ്ടായി. ദൈവവിശ്വാസിയാണെന്ന് അവകാശപ്പെടുമ്പോഴും സ്വന്തം രക്തത്തോട് കാണിക്കുന്ന ഈ ക്രൂരതകൾക്ക് ദൈവം ഒരിക്കൽ മറുപടി നൽകുമെന്ന് അവർ വിശ്വസിക്കുന്നുണ്ട്. വാളകത്തെ വീട്ടിൽ കിടന്ന് മരിക്കണമെന്നായിരുന്നു പിതാവിൻ്റെ ആഗ്രഹമെങ്കിലും അവസാന കാലത്ത് അദ്ദേഹത്തെ കൊട്ടാരക്കരയിലെ ഒരു ചെറിയ മുറിയിലേക്ക് മാറ്റി പാർപ്പിച്ചത് സംശയാസ്പദമാണെന്ന് ഉഷ മോഹൻദാസ് പറയുന്നു. അവിടെ അദ്ദേഹം ഒരു തടവുകാരനെ പോലെയാണ് കഴിഞ്ഞിരുന്നത്. തങ്കപ്പൻ പിള്ള എന്ന വ്യക്തിയുടെ സഹായത്തോടെ അച്ഛൻ്റെ സമ്പാദ്യങ്ങൾ പലരുടെയും പേരിലേക്ക് മാറ്റിയതായിട്ടും ഇവർ ആരോപിക്കുന്നുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയനെ നേരിട്ട് കണ്ട് ഇക്കാര്യങ്ങൾ ബോധിപ്പിച്ചിട്ടുണ്ടെന്നും രാഷ്ട്രീയപരമായിട്ടുള്ള വിയോജിപ്പുകൾ ഉണ്ടെങ്കിലും നീതി നടപ്പാക്കുമെന്ന് താൻ പ്രതീക്ഷിക്കുന്നുണ്ടെന്നും പറഞ്ഞാണ് അവർ തൻ്റെ വാക്കുകൾ തന്നെ അവസാനിപ്പിക്കുന്നത്.